ശ്രീലങ്കയിൽ നിന്നും മടങ്ങുകയാണ് അദാനി. കോടികൾ മുതൽ മുടക്കുള്ള 2 പുനരുപയോഗ കാറ്റാടിപ്പാടങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നുമാണ് പിന്മാറ്റം. മാന്നാറിലും പുനേറിലും 484 മെഗാവാട്ട് ശേഷിയുള്ള 2 പുനരുപയോഗ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കുന്നതിനായി അദാനി ഗ്രീൻ എനർജി 2 വർഷത്തിലേറെയായി സിലോൺ വൈദ്യുതി ബോർഡുമായും സർക്കാർ വകുപ്പുകളുമായി നീണ്ട ചർച്ചകളിലായിരുന്നു. അതിനിടയിലാണ് പിന്മാറ്റ തീരുമാനം. പദ്ധതിക്കെതിരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അഴിമതിയും ഉയർന്നിരുന്നു. അധികാരത്തിലേറിയാൽ ഈ പദ്ധതി പുനരാലോചിക്കുമെന്ന് പ്രസിഡന്റ് അനുര ദിസനായകെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പരിശോധനയ്ക്കായി മന്ത്രിസഭ മറ്റൊരു സമിതിയും പ്രോജക്ട് കമ്മിറ്റിയും രൂപീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രസ്തുത പദ്ധതിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചതെന്ന് കമ്പനി വ്യക്തമാക്കി. ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനായി അനുബന്ധ ട്രാൻസ്മിഷൻ സംവിധാനവും 220 കിലോ വാൾട്ട് 400 kV ട്രാൻസ്മിഷൻ ശൃംഖല വിപുലീകരണവും പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. പദ്ധതിക്കായി ഏകദേശം $50 ലക്ഷം ഇതിനോടകം ചെലവഴിച്ചതായി അദാനി ഗ്രീൻ എനർജി പറഞ്ഞു. അതേസമയം അദാനി ഗ്രൂപ്പിനെ പങ്കാളിയാക്കാൻ ശ്രീലങ്കൻ സർക്കാർ തീരുമാനിച്ചാൽ എപ്പോഴും തയ്യാറാണെന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.